ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ മോക്ക് ടെസ്റ്റ് 3 ആണ്. നമ്മുടെ ചാനലിലെ മൂന്നാമത്തെ മോക്ക് ടെസ്റ്റ് ആണിത്. എസ്പെഷ്യലി നമ്മൾ പ്രീവിയസ് ചെയ്ത പോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും റിലേറ്റഡ് ഫാക്റ്റും വെച്ചിട്ടാണ്. അപ്പോൾ ഇത് മൊത്തമായിട്ട് ഈ ഒരു മോക്ക് ടെസ്റ്റ് നാലാമത്തെ ഫേസ് അല്ലേ, 2025 നടന്ന നാലാമത്തെ ഫേസിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് വെച്ചിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ സ്കോർ ഒന്ന് കമൻറ്റ് ചെയ്യുക, നമുക്ക് ആ ഒരു കോമ്പറ്റീഷൻ ലെവൽ അറിയാൻ പറ്റുമല്ലോ. അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ഇത് ഒരു ടോപ്പിക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരും കേട്ടോ, അങ്ങനെയാണല്ലോ നമ്മൾ പഠിക്കുക. അപ്പോൾ പഠിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെ നമുക്ക് പോവാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സച്ചിൻ ടെണ്ടുൽക്കർ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 100 സെഞ്ചുറി തികച്ച എത്രാമത്തെ കളിക്കാരനാണ്? ക്വസ്റ്റ്യൻ എന്താണ്? സച്ചിൻ ടെണ്ടുൽക്കർ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 100 സെഞ്ചുറി തികച്ച എത്രാമത്തെ കളിക്കാരനാണ്? ഓപ്ഷൻ ബി, ആദ്യത്തെ കളിക്കാരനാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 100 സെഞ്ചുറി തികച്ച എത്രാമത്തെ കളിക്കാരനാണ് സച്ചിൻ ടെണ്ടുൽക്കർ? ആദ്യത്തെ കളിക്കാരൻ. സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരം 709 കിലോമീറ്റർ ആണ്. സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരം എത്രയാണ്? 709 കിലോമീറ്റർ. ഇന്ത്യയിലെ പ്രധാന വ്യാവസായിക ഇന്ധനം ഏതാണ്? ഇന്ത്യയിലെ പ്രധാന വ്യാവസായിക ഇന്ധനം ഏതാണ്? ഓപ്ഷൻ ബി, കൽക്കരിയാണ്. കൽക്കരിയാണ് ഇന്ത്യയിലെ പ്രധാന വ്യാവസായിക ഇന്ധനം. ഇന്ത്യയിലെ പ്രധാന വ്യാവസായിക ഇന്ധനം എന്താണ്? കൽക്കരി. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മുനിസിപ്പാലിറ്റികളുടെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും കൂട്ടിച്ചേർത്തത്? ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മുനിസിപ്പാലിറ്റികളുടെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും കൂട്ടിച്ചേർത്തത്? ഓപ്ഷൻ ബി, 74-ാം ഭരണഘടനാ ഭേദഗതി. മുനിസിപ്പാലിറ്റികളുടെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും കൂട്ടിച്ചേർത്തത് 74-ാം ഭേദഗതി. അടുത്ത ക്വസ്റ്റ്യൻ, മസ്തിഷ്കത്തിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗം ഏതാണ്? മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗം ഏതാണ്? മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗം ഓപ്ഷൻ സി, സെറിബെല്ലം ആണ്. മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? സെറിബെല്ലം ആണ്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് നിലവിൽ വന്ന വർഷം 2006. ഓപ്ഷൻ ബി, 2006-ലാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്. ചൗരി ചൗര സംഭവം നടന്ന വർഷം ഏതാണ്? ചൗരി ചൗര സംഭവം നടന്ന വർഷം ഏതാണ്? ഓപ്ഷൻ ബി, 1922 ഫെബ്രുവരി 5-ന്. 1922 ഫെബ്രുവരി 5-നാണ് ചൗരി ചൗര ഇൻസിഡൻറ്റ് നടന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഏത് കായലാണ് ഉപ്പള കായൽ എന്നറിയപ്പെടുന്നത്? ഏത് കായലാണ് ഉപ്പള കായൽ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കായൽ ആണ് ഏത്? ഉപ്പള കായൽ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കായൽ ആണ് ഉപ്പള കായൽ. സച്ചിൻ ടെണ്ടുൽക്കറിന് ഭാരതരത്ന പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ്? സച്ചിൻ ടെണ്ടുൽക്കർക്ക് ഭാരതരത്ന പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ സി, 2014-ലാണ് സച്ചിൻ ടെണ്ടുൽക്കറിന് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത്. കൂടിയാട്ടം എന്ന കലാരൂപത്തിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? കൂടിയാട്ടം എന്ന കലാരൂപത്തിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ഓപ്ഷൻ സി, ഗുരു മാണി മാധവ ചാക്യാർ. കൂടിയാട്ടത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ഗുരു മാണി മാധവ ചാക്യാർ. സാമൂഹിക സുരക്ഷാ കോഡ് നിലവിൽ വന്ന വർഷം ഏതാണ്? സാമൂഹിക സുരക്ഷാ കോഡ് നിലവിൽ വന്ന വർഷം ഓപ്ഷൻ സി, 2020-ലാണ് സാമൂഹിക സുരക്ഷാ കോഡ് നിലവിൽ വന്നത്. സാമൂഹിക സുരക്ഷാ കോഡ് നിലവിൽ വന്നത് എന്നാണ്? 2020. ലോകാത്ഭുതമായ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹം ഏതാണ്? ഓപ്ഷൻ എ, ലിഗ്നോസാറ്റ് ആണ്. ലോകാത്ഭുതമായ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ എ, ലിഗ്നോസാറ്റ് ആണ്. ഏതാണ്? ലിഗ്നോസാറ്റ് ആണ് തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹം. പാകിസ്ഥാന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏത്? പാകിസ്ഥാന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏത്? പാകിസ്ഥാന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി സിന്ധു നദിയാണ്. സിന്ധു നദിയാണ് പാകിസ്ഥാന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി. മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏത്? മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഓപ്ഷൻ ബി, സെറിബെല്ലം. സെറിബെല്ലത്തിലാണ് മദ്യം ബാധിക്കുന്നത്. മദ്യം ബാധിക്കുന്ന തലച്ചോർ ഭാഗമാണ് സെറിബെല്ലം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഓപ്ഷൻ ബി, ജാരിയ ആണ്. ജാരിയ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. ആർട്ടിക്കിൾ 52 ഭരണഘടനയിൽ എന്തിനെക്കുറിച്ചാണ് അനുശാസിക്കുന്നത്? ആർട്ടിക്കിൾ 52 ഭരണഘടനയിൽ എന്തിനെക്കുറിച്ചാണ് അനുശാസിക്കുന്നത്? ആർട്ടിക്കിൾ 52 ഇന്ത്യയിൽ ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണം. ഓപ്ഷൻ എ, ഇന്ത്യയിൽ ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 52. കേരളത്തിലെ കടലുമായി
ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളുടെ എണ്ണം. കേരളത്തിൽ കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളുടെ എണ്ണം 27 27 കായലുകളാണ് കേരളത്തിൽ കടലുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, തുള്ളൽ പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആര്? തുള്ളൽ പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആര്? ഓപ്ഷൻ ബി കുഞ്ചൻ നമ്പ്യാർ ആണ് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. പാലിൽ ചേർക്കുന്ന മായം താഴെ പറയുന്നവയിൽ ഏതാണ്? പാലിൽ ചേർക്കുന്ന മായം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി ജലവും സ്റ്റാർച്ചും. ഏതാണ്? ജലവും സ്റ്റാർച്ചും ആണ് പാലിൽ ചേർക്കുന്ന മായം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സൈനികർക്ക് 1856 ഉപയോഗിക്കാൻ നൽകിയ പുതിയ തരം തോക്ക് ഏതാണ്? ഇന്ത്യൻ സൈനികർക്ക് 1856 ഉപയോഗിക്കാൻ നൽകിയ പുതിയ തരം തോക്ക് ഏതാണ്? എൻഫീൽഡ് P53. സച്ചിൻ ടെണ്ടുൽക്കറുടെ ആത്മകഥയുടെ പേര് ഏതാണ്? സച്ചിൻ ടെണ്ടുൽക്കറുടെ ആത്മകഥയുടെ പേര് ഏതാണ്? ഓപ്ഷൻ ബി പ്ലേയിങ് ഇറ്റ് മൈ വേ. സച്ചിൻ ടെണ്ടുൽക്കറുടെ ആത്മകഥയുടെ പേരെന്താണ്? പ്ലേയിങ് ഇറ്റ് മൈ വേ. സമത്വ സമാജം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? സമത്വ സമാജം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ ബി വൈകുണ്ഠ സ്വാമികൾ. വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചിട്ടുള്ളത്. പൊട്ടാഷ്യത്തിന്റെ ലാറ്റിൻ നാമം എന്താണ്? പൊട്ടാഷ്യത്തിന്റെ ലാറ്റിൻ നാമം എന്താണ്? പൊട്ടാഷ്യത്തിന്റെ ലാറ്റിൻ നാമം എന്താണ്? ഓപ്ഷൻ ബി കാലിയം ആണ് പൊട്ടാഷ്യത്തിന്റെ ലാറ്റിൻ നാമം. പൊട്ടാഷ്യത്തിന്റെ ലാറ്റിൻ നാമം കാലിയം എന്നാണ്. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രം ആണ്. ഓപ്ഷൻ സി സെറിബ്രം ആണ് മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം. ജലം നദിയുടെ പുരാതന കാലത്തെ പേര് എന്തായിരുന്നു? ജലം നദിയുടെ പുരാതന കാലത്തെ പേര് എന്തായിരുന്നു? ജലം നദിയുടെ പുരാതന കാലത്തെ പേര് വിദാസ്ത എന്നായിരുന്നു. ഓപ്ഷൻ എ വിദാസ്ത എന്നാണ് ജലം നദിയുടെ പുരാതന കാലത്തെ പേര്. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നത്? വ്യോമാതിർത്തി, ജലാതിർത്തി, മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിന്റെ എംബസികൾ, കസ്റ്റംസ് നിയന്ത്രണത്തിലുള്ള ഓഫ്ഷോർ സംരംഭങ്ങൾ. മുകളിൽ പറഞ്ഞത് എല്ലാം ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നവയാണ്. രാഷ്ട്രപതിയായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് നിര്യാതനായപ്പോൾ ആക്ടിംഗ് പ്രസിഡന്റ് ആയ വ്യക്തി ആരാണ്? രാഷ്ട്രപതിയായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് നിര്യാതനായപ്പോൾ ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തി ആരാണ്? ഓപ്ഷൻ ബി BD ജെട്ടി ആണ്, അല്ലെങ്കിൽ ബാസപ്പ ദാനപ്പ ജെട്ടി. കേരളത്തിൽ ബോക്സൈറ്റ് കൂടുതലായി കാണപ്പെടുന്ന സ്ഥലം ഏതാണ്? കേരളത്തിൽ ബോക്സൈറ്റ് കൂടുതലായി കാണപ്പെടുന്ന സ്ഥലം ഓപ്ഷൻ എ കാസർഗോഡ് ആണ്. കേരളത്തിൽ ബോക്സൈറ്റ് കൂടുതലായി കാണപ്പെടുന്ന സ്ഥലം കാസർഗോഡാണ്. ചവിട്ടുനാടകം എന്ന കലാരൂപത്തിന് നേതൃത്വം നൽകിയ വ്യക്തികളിൽ ഉൾപ്പെടുന്നത് ആരാണ്? ചവിട്ടുനാടകം എന്ന കലാരൂപത്തിനു നേതൃത്വം നൽകിയ വ്യക്തികളിൽ ഉൾപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ ബി ചിന്നത്തമ്പിപ്പിള്ള വേദനായകപിള്ള. ചവിട്ടുനാടകം ചിന്നത്തമ്പിപ്പിള്ള വേദനായകപിള്ള. ലിഗ്നോസാറ്റ് എന്ന ഉപഗ്രഹം നിർമ്മിക്കാൻ ഉപയോഗിച്ച മരം ഏതാണ്? ലിഗ്നോസാറ്റ് എന്ന ഉപഗ്രഹം നിർമ്മിക്കാൻ ഉപയോഗിച്ച മരം ഏതാണ്? ഓപ്ഷൻ സി മംഗോളിയ. ലിഗ്നോസാറ്റ് നിർമ്മിക്കാൻ ഉപയോഗിച്ച മരമാണ് മംഗോളിയ. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 61 പ്രതിപാദിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ഭരണഘടനയുടെ ആർട്ടിക്കിൾ 61 പ്രതിപാദിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ഓപ്ഷൻ ബി ഇംപീച്ച്മെന്റ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 61 പ്രതിപാദിക്കുന്നത് ഇംപീച്ച്മെന്റിനെ കുറിച്ചാണ്. അടുത്ത ക്വസ്റ്റ്യൻ 32. കുരുമുളകിൽ ചേർക്കുന്ന മായം ഏതാണ്? കുരുമുളകിൽ ചേർക്കുന്ന മായം ഏതാണ്? ഉണങ്ങിയ പപ്പായക്കുരു. കുരുമുളകിൽ ചേർക്കുന്ന മായമാണ് ഉണങ്ങിയ പപ്പായക്കുരു. ഫ്രീലാൻസർമാർ, സ്വതന്ത്ര കോൺട്രാക്ടർമാർ എന്നിവർ ഏത് തരം തൊഴിലാളികൾക്ക് ഉദാഹരണമാണ്? ഫ്രീലാൻസർമാർ, സ്വതന്ത്ര കോൺട്രാക്ടർമാർ എന്നിവർ ഏത് തരം തൊഴിലാളികൾക്ക് ഉദാഹരണമാണ്? ഓപ്ഷൻ ബി ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ. ഫ്രീലാൻസർമാർ, സ്വതന്ത്ര കോൺട്രാക്ടർമാർ എന്നിവർ ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ഉദാഹരണമാണ്. സിന്ധു നദിയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? സിന്ധു നദിയുടെ ഏറ്റവും വലിയ പോഷക നദി ചിനാബാണ്. വലുത് ചിനാബാണ്. ഇന്ധനക്ഷമത കുറഞ്ഞതും കൽക്കരികളിൽ ഏറ്റവും നിലവാരം കുറഞ്ഞതുമായ ലിഗ്നൈറ്റ് കാണപ്പെടുന്ന നെയ്വേലി ഏത് സംസ്ഥാനത്താണ്? ലിഗ്നൈറ്റ് കാണപ്പെടുന്ന നെയ്വേലി ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ ബി തമിഴ്നാട്ടിലാണ്. ലിഗ്നൈറ്റ് കാണപ്പെടുന്ന നെയ്വേലി ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്ടിലാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമായ ആദ്യ വനിതാ നേതാവ് ആരാണ്? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമായ ആദ്യ വനിതാ നേതാവ് ആരാണ്? ഓപ്ഷൻ ബി ആനി മസ്ക്രിൻ ആണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമായ ആദ്യ വനിതാ നേതാവ്. ശരീര തുലനാവസ്ഥ നിലനിർത്തുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ശരീര തുലനാവസ്ഥ നിലനിർത്തുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഓപ്ഷൻ ബി സെറിബെല്ലം ആണ് ശരീര തുലനാവസ്ഥ നിലനിർത്തുന്ന മസ്തിഷ്ക ഭാഗം.
ഭരണഘടനയുടെ ആർട്ടിക്കിൾ 72 പ്രകാരം രാഷ്ട്രപതിക്കുള്ള അധികാരം എന്താണ്? ഭരണഘടന ആർട്ടിക്കിൾ 72 പ്രകാരം രാഷ്ട്രപതിക്കുള്ള അധികാരം ഓപ്ഷൻ ബി പൊതുമാപ്പ് നൽകുക. പൊതുമാപ്പ് നൽകുക ആർട്ടിക്കിൾ 72മായി ബന്ധപ്പെട്ടതാണ്. കേരളത്തിൽ ഉൾനാടൻ ജലാശയങ്ങളുടെ കടലുമായി ബന്ധമില്ലാത്ത കായലുകൾ എണ്ണം എത്രയാണ്? കേരളത്തിൽ ഉൾനാടൻ ജലാശയങ്ങളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ സി 7 ആണ്. കേരളത്തിൽ ഉൾനാടൻ ജലാശയങ്ങളുടെ എണ്ണം 7ഉം കടലുമായി ബന്ധമുള്ളത് 27ഉം, അങ്ങനെ 34 കായലുകൾ. പ്രത്യക്ഷ രക്ഷാ ദേവസഭ PRDS സ്ഥാപിച്ചത് ആരാണ്? പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചത് ഓപ്ഷൻ എ കുമാരഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കേൽ യോഹന്നാനാണ്. പ്രത്യക്ഷ രക്ഷാ ദേവസഭ ആരാണ്? കുമാരഗുരുദേവൻ. ഈയം എന്ന മൂലകത്തിന്റെ ലാറ്റിൻ നാമം എന്താണ്? ഈയം ലെഡ് എന്ന മൂലകത്തിന്റെ ലാറ്റിൻ നാമം എന്താണ്? ഓപ്ഷൻ ബി പബ്ലം ആണ്. ഈയം എന്ന മൂലകത്തിന്റെ ലാറ്റിൻ നാമം എന്താണ്? പബ്ലം. സച്ചിൻ ടെണ്ടുൽക്കർക്ക് രാജ്യസഭാ അംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട കാലയളവ് ഏതാണ്? സച്ചിൻ ടെണ്ടുൽക്കർ രാജ്യസഭാ അംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട കാലയളവ് ഏതാണ്? ഓപ്ഷൻ ബി 2012 മുതൽ 2018 ആ ഒരു കാലയളവിലാണ് സച്ചിൻ ടെണ്ടുൽക്കർ രാജ്യസഭാ അംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത്. രാമനാട്ടം എന്ന കലാരൂപത്തിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? രാമനാട്ടം എന്ന കലാരൂപത്തിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ഓപ്ഷൻ എ കൊട്ടാരക്കര തമ്പുരാൻ. രാമനാട്ടം എന്ന കലാരൂപത്തിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയതാരാണ്? കൊട്ടാരക്കര തമ്പുരാൻ. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നിവ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നിവ നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലാങ്കേറ്റ. ഓപ്ഷൻ സി മെഡുല ഒബ്ലാങ്കേറ്റയാണ്. പരിപ്പ് വർഗ്ഗങ്ങളിൽ ചേർക്കുന്ന മാരകമായ മായം ഏതാണ്? പരിപ്പ് വർഗ്ഗങ്ങളിൽ ചേർക്കുന്ന മാരകമായ മായം ഓപ്ഷൻ ബി കേസരി പരിപ്പാണ്. കേസരി പരിപ്പാണ് പരിപ്പിൽ ചേർക്കുന്നത്. ഏറ്റവും കുറച്ചു കാലം ആക്ടിംഗ് പ്രസിഡന്റായിരുന്ന വ്യക്തി ആരാണ്? ഏറ്റവും കുറച്ചു കാലം ആക്ടിംഗ് പ്രസിഡന്റായ വ്യക്തി ആരാണ്? ഏറ്റവും കുറച്ചു കാലം ആക്ടിംഗ് പ്രസിഡന്റ് ആയത് ജസ്റ്റിസ് എം ഹിദായത്തുള്ളയാണ്. ജസ്റ്റിസ് എം ഹിദായത്തുള്ളയാണ് ഏറ്റവും കുറച്ചു കാലം ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തി. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ ഏതാണ്? ഓപ്ഷൻ ബി അഷ്ടമുടി കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായലാണ് അഷ്ടമുടി കായൽ. സഹോദര സംഘം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? സഹോദര സംഘം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ഓപ്ഷൻ എ സഹോദരൻ അയ്യപ്പനാണ്. സഹോദര സംഘം സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പൻ. ടെങ്സ്റ്റൺ എന്ന മൂലകത്തിന്റെ പ്രതീകം എന്താണ്? ടെങ്സ്റ്റൺ എന്ന മൂലകത്തിന്റെ പ്രതീകം എന്താണ്? ഓപ്ഷൻ ബി W. ടെങ്സ്റ്റൺ എന്ന മൂലകത്തിന്റെ പ്രതീകമാണ് W. ചിനാബ് നദിയിൽ നിർമ്മിക്കപ്പെട്ട പ്രധാന ഡാം ഏതാണ്? ചിനാബ് നദിയിൽ നിർമ്മിക്കപ്പെട്ട പ്രധാന ഡാം ഏതാണ്? ഓപ്ഷൻ എ ബഗ്ലിഹാർ ഡാമാണ്. ചിനാബ് നദിയിൽ നിർമ്മിക്കപ്പെട്ട പ്രധാന ഡാം ഏതാണ്? ബഗ്ലിഹാർ ഡാം. ബഹിരാകാശത്ത് പുനരുപയോഗിക്കാവുന്ന നിർമ്മാണ വസ്തുവായി മരത്തിന്റെ സാധ്യത പരിശോധിക്കാൻ ലിഗ്നോസാറ്റ് വികസിപ്പിച്ച സർവകലാശാല ഏതാണ്? ലിഗ്നോസാറ്റ് വികസിപ്പിച്ച സർവകലാശാല ഓപ്ഷൻ ബി ക്യോട്ടോ സർവകലാശാലയാണ് ലിഗ്നോസാറ്റ് വികസിപ്പിച്ചിട്ടുള്ളത്. മസ്തിഷ്കത്തിലെ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണ്? മസ്തിഷ്കത്തിലെ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം ഓപ്ഷൻ ബി സെറിബ്രമാണ്. മസ്തിഷ്കത്തിലെ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം സെറിബ്രമാണ്. ചോക്ക് പൗഡർ, റവ, നേർത്ത മണൽ എന്നിവ ഏത് ഭക്ഷ്യവസ്തുവിലാണ് മായമായി ഉപയോഗിക്കുന്നത്? ചോക്ക് പൗഡർ, റവ, നേർത്ത മണൽ നമ്മൾ പഞ്ചസാരയിലാണ് മായമായിട്ട് ഉപയോഗിക്കുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 123 അനുശാസിക്കുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? ഭരണഘടനയുടെ ആർട്ടിക്കിൾ 123 അനുശാസിക്കുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? ഓപ്ഷൻ എ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം. ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ് ആർട്ടിക്കിൾ 123. കേരളത്തിൽ കണ്ണൂർ ജില്ലയിലെ പ്രമുഖ കായൽ ഏതാണ്? കേരളത്തിൽ കണ്ണൂർ ജില്ലയിലെ ഒരു പ്രമുഖ കായലാണ് കവായി കായൽ. കേരളത്തിൽ കണ്ണൂർ ജില്ലയിലെ പ്രമുഖ കായലാണ് കവായി കായൽ. യക്ഷഗാനം എന്ന കലാരൂപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആര്? യക്ഷഗാനം ഓപ്ഷൻ ബി പാർത്തി സുബ്ബൻ. ആരാണ്? പാർത്തി സുബ്ബൻ. ഫോസിൽ ഇന്ധനങ്ങൾ എന്നറിയപ്പെടുന്ന ധാതു വിഭവങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ഫോസിൽ ഇന്ധനങ്ങൾ എന്നറിയപ്പെടുന്ന ധാതു വിഭവങ്ങളിൽ ഉൾപ്പെടുന്നത് എന്താണ്? കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം. ഇവ മൂന്നും ഉൾപ്പെടും. ഈ മൂന്നും കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം ഒക്കെ എന്താണ്? ഫോസിൽ ഇന്ധനങ്ങളിൽ വരുന്നതാണ്. ഭാരതത്തിലെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആരായിരുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ഓപ്ഷൻ ബി VV ഗിരിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ്.
സിന്ധു നദിയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? ഏറ്റവും ചെറിയ പോഷക നദി ഏതാണ്? സിന്ധു നദിയുടെ ഏറ്റവും ചെറുത് ബിയാസ് ആണ്. ഏറ്റവും വലുത് ഏതായിരുന്നു? ചിനാബ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ഓപ്ഷൻ എ വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദൻ. ഛർദി, ചുമ, തുമ്മൽ എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഛർദി, തുമ്മ, ചുമ്മൽ എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഓപ്ഷൻ സി മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ്. ഛർദി, തുമ്മൽ, ചുമ എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. മെർക്കുറി എന്ന മൂലകത്തിന്റെ ലാറ്റിൻ നാമം എന്താണ്? ഹൈഡ്രാർജിയം. എന്താണ്? മെർക്കുറി എന്ന മൂലകത്തിന്റെ ലാറ്റിൻ നാമം ഏതാണ്? ഹൈഡ്രാർജിയം ആണ് മെർക്കുറി എന്ന മൂലകത്തിന്റെ ലാറ്റിൻ നാമം. ചായപ്പൊടിയിൽ ചേർക്കുന്നത് കൃത്രിമ ചായമാണ്. ചായപ്പൊടിയിൽ ചേർക്കുന്ന മായം. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 54 പ്രതിപാദിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ഭരണഘടനയുടെ ആർട്ടിക്കിൾ 54 പ്രതിപാദിക്കുന്നത് 54 പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പാണ്. ആർട്ടിക്കിൾ 54 പറയുന്നത് എന്താണ്? രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ടുകായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കാരണമായ രാഷ്ട്രീയ നിയമങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? ദത്തവകാശ നിരോധന നിയമം 1848, റിലീജിയസ് ഡിസബിലിറ്റീസ് നിയമം 1850, പോസ്റ്റ് ഓഫീസ് നിയമം 1854. ഇത് മൂന്നും എന്തിലാണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച കാരണങ്ങളാണ്. ഭരതനാട്യവും കഥകളിയും ചേർത്ത് കേരള നടനം രൂപീകരിച്ച വ്യക്തി ആരാണ്? ഭരതനാട്യവും കഥകളിയും ചേർത്ത് കേരള നടനം രൂപീകരിച്ച വ്യക്തി ആരാണ്? ഓപ്ഷൻ എ ഗുരു ഗോപിനാഥ്. സംസാരശേഷിയുമായി ബന്ധപ്പെട്ട് സെറിബ്രത്തിലെ ഭാഗമാണ് ഓപ്ഷൻ ബി ബ്രോക്കസ് ഏരിയ. സംസാരശേഷിയുമായിട്ട് ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗം ഏതാണ്? ഓപ്ഷൻ ബി ബ്രോക്കസ് ഏരിയ. ബിയാസ് നദിയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് പോങ് അണക്കെട്ട്. ബിയാസ് നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന അണക്കെട്ടാണ് ഏത്? പോങ് അണക്കെട്ട്. നായർ സർവീസ് സൊസൈറ്റി NSS സ്ഥാപിതമായ വർഷം ഏതാണ്? NSS സ്ഥാപിതമായത് 1914 ആണ് NSS സ്ഥാപിതമായത്. ആന്റിമണി എന്ന മൂലകത്തിന്റെ പ്രതീകം എന്താണ്? ആന്റിമണി എന്ന മൂലകത്തിന്റെ പ്രതീകം ഓപ്ഷൻ ബി സ്റ്റീബിയം SB ആണ്. ആന്റിമണിയുടെ മൂലകത്തിന്റെ പ്രതീകം ഏതാണ്? SB. മുളകുപൊടിയിൽ ചേർക്കുന്ന മായം താഴെ പറയുന്നവയിൽ ഏതാണ്? മുളകുപൊടിയിൽ ചേർക്കുന്നത് ഇഷ്ടിക പൊടിയാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 143 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭരണഘടനയുടെ ആർട്ടിക്കിൾ 143 സുപ്രീം കോടതിയിൽ നിന്നും ഉപദേശങ്ങൾ സ്വീകരിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം. ഇതാണ് എന്ത്? 143 പറയുന്നത്. സുപ്രീം കോടതിയിൽ നിന്നും ഉപദേശങ്ങൾ സ്വീകരിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ് 143. കേരളത്തിലെ കായലുകളുടെ ആകെ എണ്ണം ഓപ്ഷൻ ബി 34 ആണ്. ജലം നദി പാകിസ്ഥാനിലെ ത്രിമോണിനടുത്ത് വെച്ച് ഏത് നദിയുമായി ചേരുന്നു? ജലം നദി പാകിസ്ഥാനിലെ ത്രിമോണിനടുത്ത് വെച്ച് ചിനാബ് നദിയായിട്ടാണ് ചേരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ചിനാബുമായിട്ടാണ് ജലം നദി ചേരുന്നത്. ആനന്ദ മഹാസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ആനന്ദ മഹാസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ എ ബ്രഹ്മാനന്ദ ശിവയോഗി. ഓക്കെ, ആനന്ദ മഹാ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ എ ബ്രഹ്മാനന്ദ ശിവയോഗി. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഓപ്ഷൻ ബി സെറിബെല്ലം ആണ് ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത്. വെടിമരുന്ന് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാഷ്യം സംയുക്തം ഏതാണ്? ഓപ്ഷൻ ബി നൈറ്റർ. KNO3 ആണ് വെടിമരുന്ന് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാഷ്യം സംയുക്തം. സച്ചിൻ ടെണ്ടുൽക്കർക്ക് അർജുന അവാർഡ് ലഭിച്ച വർഷം ഏതാണ്? സച്ചിൻ ടെണ്ടുൽക്കർക്ക് അർജുന അവാർഡ് ലഭിച്ച വർഷം ഓപ്ഷൻ ബി 1997 സച്ചിൻ ടെണ്ടുൽക്കർക്ക് അർജുന അവാർഡ് ലഭിച്ചത് 1997. കായലുകളുടെ നാട്, ലഗൂണുകളുടെ നാട് എന്നിങ്ങനെ അറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻ സി കേരളമാണ്. കായലുകളുടെ നാട്, ലഗൂണുകളുടെ നാട് എന്നറിയപ്പെടുന്നത് കേരളം. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക അതിർത്തിയിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ഉൾപ്പെടാത്തത്? ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത് ഇന്ത്യക്കകത്തുള്ള മറ്റു രാജ്യങ്ങളുടെ എംബസികളും ഹൈക്കമ്മീഷനുകളും. ഇന്ത്യക്ക് അകത്തുള്ള മറ്റു രാജ്യങ്ങളുടെ എംബസികളും ഹൈക്കമ്മീഷനും എന്താണ്? ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നതല്ല കേട്ടോ. അതായത് വേറെ രാജ്യത്തിന്റെ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ അത് നമ്മുടെ സാമ്പത്തിക അതിർത്തി അല്ല. അങ്ങനെ ആലോചിച്ച് വെക്കുക. ആർട്ടിക്കിൾ 75 വ്യക്തമാക്കുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? ആർട്ടിക്കിൾ 75 വ്യക്തമാക്കുന്നത് ഓപ്ഷൻ ബി പ്രധാനമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെയും നിയമിക്കുന്നതിനുള്ള രാഷ്ട്രപതിയുടെ അധികാരം. ആർട്ടിക്കിൾ 75 എന്താണ്? പ്രധാനമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും നിയമിക്കുന്നതിനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ് ആർട്ടിക്കിൾ 75. സിന്ധു നദിയുടെ പോഷക നദികളിൽ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി സത്ലജ് ആണ്. സിന്ധു നദിയുടെ പോഷക നദികളിൽ
ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി സത്ലജും. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി സ്ഥാപിച്ചത് 1907. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി സ്ഥാപിച്ചത് 1907. കാർബൺ ഡൈ ഓക്സൈഡ് ആഗികരണം ചെയ്യാൻ ഉപയോഗിക്കുന്ന പൊട്ടാഷ്യം സംയുക്തം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആഗികരണം ചെയ്യാൻ ഉപയോഗിക്കുന്ന പൊട്ടാഷ്യം സംയുക്തമാണ് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ്. പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ചിത്രം മനസ്സിൽ തെളിയാൻ സഹായിക്കുന്ന സെറിബ്രത്തിലെ ഭാഗം ഏതാണ്? ഓപ്ഷൻ ബി വെർണിക്കസ് ഏരിയ. പരിചയമുള്ള വസ്തുക്കൾ കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ചിത്രം മനസ്സിൽ വരാൻ കാരണം എന്താണ്? വെർണിക്കസ് ഏരിയ. സെറിബ്രത്തിലെ ഭാഗമാണ് വെർണിക്കസ് ഏരിയ. ബിയാസ് നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? റോഹ്താങ് ചുരത്തിലെ ബിയാസ് കുണ്ട്. ഏതാണ്? റോഹ്താങ് ചുരത്തിലെ ബിയാസ് കുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഇടത്തരം നിലവാരത്തിലുള്ള ഏത് കൽക്കരിയാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഇടത്തരം നിലവാരത്തിലുള്ള കൽക്കരിയാണ് ഓപ്ഷൻ ബി ബിറ്റുമിനസ് കൽക്കരി. ഇടത്തരം നിലവാരത്തിൽ കൂടുതൽ കാണപ്പെടുന്നത് ബിറ്റുമിനസ് കൽക്കരിയാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 56 പ്രതിപാദിക്കുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? ഭരണഘടനയുടെ ആർട്ടിക്കിൾ 56 പ്രതിപാദിക്കുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? ഓപ്ഷൻ എ രാഷ്ട്രപതിയുടെ ഭരണ കാലാവധിയെ കുറിച്ചിട്ടാണ് ആർട്ടിക്കിൾ 56 പ്രതിപാദിക്കുന്നത്. രാഷ്ട്രപതിയുടെ ഭരണ കാലാവധി. വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകളിൽ ഉൾപ്പെടാത്തത് ആലപ്പുഴ, കോട്ടയം, എറണാകുളം ഉൾപ്പെടുന്നവയാണ്. കോഴിക്കോട് ഇങ്ങെത്തിയില്ലേ? അപ്പോൾ ആലപ്പുഴ, എറണാകുളം, കോട്ടയം ഉൾപ്പെടുന്നതും ഉൾപ്പെടാത്തത് കോഴിക്കോടുമാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം SNDP സ്ഥാപിതമായത് 1903 ആണ്. SNDP സ്ഥാപിതമായത് 1903 സ്വർണം എന്ന മൂലകത്തിന്റെ ലാറ്റിൻ നാമം എന്താണ്? സ്വർണം എന്ന മൂലകത്തിന്റെ ലാറ്റിൻ നാമം ഓറം ആണ്. കേരളത്തിൽ സിലിക്ക കൂടുതലായി കാണപ്പെടുന്ന സ്ഥലം ഏതാണ്? കേരളത്തിൽ സിലിക്ക കൂടുതലായി കാണപ്പെടുന്ന സ്ഥലം ഓപ്ഷൻ എ ചേർത്തലയാണ്. കേരളത്തിൽ സിലിക്ക കൂടുതലായി കാണപ്പെടുന്നത് ചേർത്തലയിലാണ്. രക്തസമ്മർദ്ദ രോഗികൾ കറിയുപ്പിന് പകരം ഉപയോഗിക്കുന്ന പൊട്ടാഷ്യം സംയുക്തം എന്താണ്? ഓപ്ഷൻ എ ഈന്തുപ്പ്. ആർട്ടിക്കിൾ 53 പ്രകാരം യൂണിയന്റെ ഭരണനിർവഹണ അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ആരിലാണ്? യൂണിയന്റെ ഭരണനിർവഹണം 53 പ്രകാരം രാഷ്ട്രപതിയിലാണ്. സത്ലജ് നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? സത്ലജ് നദിയുടെ ഉത്ഭവസ്ഥാനം ഓപ്ഷൻ ബി മാനസരോവരിനടുത്തുള്ള രാക്കസ് തടാകത്തിലാണ്. മാനസരോവരിനടുത്തുള്ള രാക്കസ് തടാകത്തിലാണ് സത്ലജ് നദിയുടെ ഉത്ഭവസ്ഥാനം. അരയ സമാജം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? അരയ സമാജം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ എ പണ്ഡിറ്റ് KP കറുപ്പൻ. അരയ സമാജം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പൻ. ബുദ്ധി, ചിന്ത, ഭാവന, വിവേചനം, ഓർമ്മ എന്നിവയുമായി ബന്ധപ്പെട്ട തലച്ചോറിലെ പ്രധാന ഭാഗം ഏതാണ്? ഓപ്ഷൻ ബി സെറിബ്രം. ആൽക്കലൈൻ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന പൊട്ടാഷ്യം സംയുക്തം ഏതാണ്? ആൽക്കലൈൻ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന പൊട്ടാഷ്യം സംയുക്തം ഏതാണ്? ഓപ്ഷൻ ബി പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ്. ഇന്ത്യയിലെ 5ാമത്തെ ഉപരാഷ്ട്രപതിയും ഏറ്റവും കൂടുതൽ കാലം ആക്ടിംഗ് പ്രസിഡന്റുമായിരുന്ന വ്യക്തി ആരാണ്? 5ാമത്തെ ഉപരാഷ്ട്രപതി ഏറ്റവും കൂടുതൽ ആക്ടിംഗ് പ്രസിഡന്റ് ആയത് ഓപ്ഷൻ ബി BD ജെട്ടിയാണ്. ആരാണ്? BD ജെട്ടി. നമ്മളൊരു മോക്ക് ടെസ്റ്റ് എന്നതിൽ ഉപരി ഒരു റിവിഷൻ പോലെ തന്നെയാണ് പോയത്. കാരണം ഒരേ ടോപ്പിക്ക് പല പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് അടിച്ചിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ എവിടെ ക്വസ്റ്റ്യൻ വരാൻ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മാക്സിമം ഇമ്പോർട്ടൻ്റ് രാഷ്ട്രപതിയെ ബന്ധപ്പെട്ട ആർട്ടിക്കിളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഒരു റിവിഷൻ ആയതുകൊണ്ട് തന്നെയാണ് സ്പീഡ് പോയത്. എനിക്കറിയാം സ്പീഡ് കുറച്ച് കൂടുതലാണ്. എനിവേ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്